നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഉയരുന്ന രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്നും ഒളിച്ചോടുന്ന ശ്രമമാണ് UDF ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. LDF-നെതിരായി എല്ലാ ശക്തികളെയും ഒന്നിച്ചണിനിരത്താനുള്ള ശ്രമങ്ങൾക്കാണ് ആദ്യഘട്ടം മുതൽ കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരുന്നത്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും 2026 നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പും കേരള രാഷ്ട്രീയത്തിൽ നിർണായകം തന്നെയാണ്. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താനുള്ള എല്ലാവിധ നീക്കങ്ങളും UDF പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ എല്ലാ പിന്തിരിപ്പൻ ശക്തികളെയും ഒരുമിച്ച് അണിനിരത്തി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ എത്തണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹമാണ്, ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ് എല്ലാ തരത്തിലുമുള്ള നീചമായ മാർഗങ്ങളും അവർ സ്വീകരിച്ചിരുന്നത്. BJP-യുമായി കൈകോർത്ത് പിടിക്കുന്നതിൽ ഒരു മടിയും അവർ കാണിക്കുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും സംസ്ഥാന ഗവൺമെന്റിനെതിരെ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ ചെറുവിരൽ ഒന്ന് അനക്കാൻ പോലും UDF-ഉം കോൺഗ്രസും ഒരിക്കലും തയ്യാറാകുന്നുമില്ല. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന സർക്കാരിനോട് സ്വീകരിക്കുന്ന ജനവിരുദ്ധ നിലപാടുകളെ സ്വാഗതം ചെയ്യുന്ന നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ചു വരുന്നത്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ മാത്രമാണ് BJP സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ മുന്നോട്ട് വന്നത് തന്നെ. സ്ഥാനാർത്ഥിയാകട്ടെ UDF-ലെ ഘടകകക്ഷിയുടെ ഒരു നേതാവും കൂടിയാണ്. നാമനിർദ്ദേശ പത്രിക നൽകുന്ന അവസരത്തിൽ മാത്രമാണ് സ്ഥാനാർത്ഥി BJP അംഗത്വം പോലും സ്വീകരിച്ചത്. BJP-യിലെ ഒരു വിഭാഗത്തിന്റെ പ്രതിഷേധം കാരണമാണ് സ്ഥാനാർത്ഥിയെ നിർത്താൻ അവർ തയ്യാറായത്. LDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വോട്ട് മറിച്ചു നൽകുക എന്നുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് BJP രൂപപ്പെടുത്തിയിട്ടുള്ളത്. മുസ്ലിം ലീഗും കോൺഗ്രസ് നേതൃത്വവും മുൻകൈയെടുത്ത് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകെട്ട് ഉണ്ടാക്കിയത് ഇതിനകം തന്നെ ചർച്ചാ വിഷയമായി മാറിയ കാര്യമാണ്. മുസ്ലിം ജനവിഭാഗങ്ങളെ വർഗീയവൽക്കരിക്കുന്നതിനും അതിലൂടെ തീവ്ര സമീപനങ്ങളിലേക്ക് നയിക്കുന്നതിനും ശ്രമിക്കുന്ന തീവ്ര വർഗീയ പാർട്ടിയായ ജമാഅത്തെ ഇസ്ലാമിയുമായി UDF ഉണ്ടാക്കിയ ഐക്യം ഇതിനകം തന്നെ ജനാധിപത്യ വിശ്വാസികളായ മുസ്ലിം ജനവിഭാഗങ്ങളിൽ കടുത്ത പ്രകോപനവും പ്രതിഷേധവും ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഈ വിഭാഗം ജമാഅത്തെ ഇസ്ലാമിയുമായി UDF ഉണ്ടാക്കിയ ഐക്യത്തെ പരസ്യമായി വിമർശിക്കാൻ മുന്നോട്ട് വന്നത് കേരള രാഷ്ട്രീയത്തിലെ പുതിയ ഒരു മാറ്റം തന്നെയാണ്. എല്ലാ തീവ്ര വർഗീയ വലതുപക്ഷ ശക്തികളുമായി കൂട്ടുകൂടി LDF-നെ തോൽപ്പിക്കുക എന്ന സമീപനത്തെ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ തള്ളിക്കളയും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. രാഷ്ട്രീയ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ഉയർത്തുമ്പോൾ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ LDF ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. വികസിത രാജ്യങ്ങളോട് കിടപിടിക്കാൻ കഴിയുന്ന തരത്തിൽ അടിസ്ഥാന മേഖലകളിൽ ഉണ്ടായ കുതിപ്പ് LDF-ന്റെ നേട്ടം തന്നെയാണ്. കേരളത്തിന്റെ ആരോഗ്യ മേഖല ലോകത്തിന് തന്നെ മാതൃകയാണ് എന്നുള്ളത് ഓർക്കേണ്ട കാര്യമാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ്, ആശുപത്രി വരെയുള്ള ചികിത്സാ മേഖലയിൽ മാതൃകാപരമായ പ്രവൃത്തി തന്നെയാണ് കേരള സർക്കാർ നടത്തിയിട്ടുള്ളത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്ന പദ്ധതി ലോകത്തിന് മാതൃകയായാണ് സംസ്ഥാനത്തെ ജനങ്ങൾ കാണുന്നത് തന്നെ. സാമൂഹ്യക്ഷേമ മേഖലകളിലും ലോകത്തിന് മാതൃക തന്നെയാണ് കേരളം. സാമൂഹ്യക്ഷേമ പെൻഷൻ 600 രൂപയായിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നൽകിയിട്ടുണ്ടായിരുന്നത്. LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതോടെ 1200 രൂപയായി വർദ്ധിപ്പിക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്തെ കുടിശ്ശിക LDF ഗവൺമെന്റാണ് കൊടുത്തു തീർത്തിട്ടുണ്ടായിരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലാവധി പൂർത്തിയാക്കുമ്പോഴേക്കും 50,000 കോടി രൂപ ക്ഷേമ പദ്ധതികളിലൂടെ നൽകുമെന്ന് ധനമന്ത്രിയും LDF-ഉം ഇതിനകം പ്രഖ്യാപിച്ച കാര്യം തന്നെയാണ്. ഇതിനകം 43,000 കോടിയിലധികം രൂപ ക്ഷേമ പെൻഷൻ ഗവൺമെന്റ് നൽകിയിട്ടുമുണ്ട്. കർഷകർക്ക് പട്ടയം നൽകുക, കൃഷി അഭിവൃദ്ധിപ്പെടുത്തുക, പൊതുവിതരണ സമ്പ്രദായം കൂടുതൽ മെച്ചപ്പെടുത്തുക, വ്യാവസായിക മേഖലയിൽ അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് തൊഴിൽ സാധ്യമാക്കുക, സ്ത്രീ ശാക്തീകരണത്തിന് പദ്ധതികൾ നടപ്പിലാക്കുക തുടങ്ങിയ നിരവധി പദ്ധതികളാണ് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും കൃഷിയെയും കർഷകരെയും സംരക്ഷിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റിന് നടപ്പിലാക്കാൻ കഴിയുന്ന പദ്ധതികൾ രൂപീകരിച്ച് മുന്നോട്ട് പോകുന്നുമുണ്ട്. ഐശ്വര്യപൂർണമായ കേരളം കെട്ടിപ്പടുക്കുക എന്ന മുദ്രാവാക്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1957 മുതൽ കേരളത്തിൽ പ്രഖ്യാപിച്ച കാര്യമാണ്. 57 അധികാരത്തിൽ വന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് EMS മുഖ്യമന്ത്രിയെ നിരവധി പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. അതിനുശേഷവും അധികാരത്തിൽ വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ മുഖ്യമന്ത്രിമാർ ആ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. രണ്ടാം തവണയും അധികാരത്തിൽ വന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഐശ്വര്യപൂർണമായ കേരളം നിർമ്മിക്കാനുള്ള തുടർ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർഭരണം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുമുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഏറെ ശ്രദ്ധേയവും നിർണായകവും തന്നെയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ജനങ്ങളുമെല്ലാം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷയോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്.